വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഓവുലേഷന്റെ ആ ദിവസം മുതൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട രണ്ട് കാര്യത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു യോഗ പോസസും ഹോം റെമഡീസും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ്. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇൻഡയറക്ട്ലി ചിലപ്പോൾ നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നവയായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് ഡെയിലി എന്നോണം വീഡിയോ അപ്ലോഡ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത് ഫെർട്ടിലിറ്റി എക്സസൈസ് ആണ്. ഇത് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ആ ഒരു എഗ് റിലീസായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്പേമുമായിട്ട് ചേരാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഇത് വർദ്ധിപ്പിക്കുന്നു. ആ ഫെർട്ടിലൈസേഷൻ ട്യൂബിനകത്ത് തന്നെ നടന്ന് ഇംപ്ലാന്റേഷൻ നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിൽ എത്താൻ വേണ്ടിയിട്ടും ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നതാണ് ഞാൻ ഈ പറയുന്ന രണ്ട് ടിപ്സ്. നിങ്ങൾക്ക് ഒട്ടും തന്നെ എഫേർട്ട് കൂടുതലായിട്ട് എടുക്കേണ്ടാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ രണ്ട് ടിപ്സ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ടിപ്സ് ഇപ്പോൾ ഞാൻ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ചെയ്യാനായിട്ട് പറയുന്നത് നമ്മുടെ ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നിങ്ങൾക്ക് ഓവുലേഷൻ നന്നായിട്ട് ആക്കണമെന്നുണ്ട്, ഓവുലേഷനിൽ എഗ് ക്വാളിറ്റി കുറവാണ്, അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പീരിയഡ്സിന്റെ ബ്ലീഡിങ് നിൽക്കുന്ന സമയം മുതൽക്കേ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം സംസാരിക്കാൻ പോകുന്ന യോഗ പോസ് എന്ന് പറയുന്നത് വൺ ലെഗ് ബ്രിഡ്ജ് പോസ് എന്നതാണ്. സാധാരണ നമ്മൾ ബ്രിഡ്ജ് പോസ് ചെയ്യുന്നത്, ഞാൻ ഇവിടെ ഇമേജ് കൊടുത്തേക്കാം കേട്ടോ. നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫേസിൽ കിടക്കും, നമ്മുടെ രണ്ട് കാലുകളും കുത്തി നിർത്തും, അതായത് നമ്മുടെ ഹിപ്പ് ഒന്ന് പൊക്കിയിട്ടാണ് നമ്മൾ സാധാരണ ബ്രിഡ്ജ് പോസ് എക്സസൈസ് ചെയ്യുന്നത്. ഇത് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെ സഹായിക്കുന്ന എക്സസൈസ് ആണ്. അത് മാത്രമല്ല, ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് ഉണ്ടാകുന്നതിന് ഫെർട്ടിലൈസേഷൻ 30 മിനിറ്റിനകം തന്നെ നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ് ഈ ബ്രിഡ്ജ് പോസ് എക്സസൈസ് എന്ന് പറയുന്നത്. ഇവിടെ വൺ ലെഗ്ഡ് ബ്രിഡ്ജ് പോസിൽ നമ്മൾ ചെയ്യുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫേസിൽ നമ്മൾ കിടക്കുക, അതിനുശേഷം നമ്മുടെ ഒരു കാല് ബ്രിഡ്ജ് പോസിലെ പോലെ കുത്തി നിർത്തുക. ദെൻ അടുത്ത കാല് ലെഗ് അപ്പ് ദ വോളിൽ നമ്മൾ പൊക്കി വെക്കില്ലേ, അതുപോലെ പൊക്കി വെക്കുക. ഞാൻ ഇമേജ് കൊടുത്തേക്കാം, അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല കേട്ടോ. ഏറ്റവും ആദ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും, നമ്മുടെ കാല് ആടുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രാക്ടീസ് വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഒരുപാട് രീതിക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് ഈ വൺ ലെഗ്ഡ് ബ്രിഡ്ജ് പോസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ എക്സസൈസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ യോഗ മാറ്റിലോ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസിലോ കിടന്നിട്ട് ആ ഒരു പൊസിഷനിൽ നിന്ന് നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഫെർട്ടിലിറ്റി എക്സസൈസ് ആണ് ഇത് കേട്ടോ. ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചെസ്റ്റ്, ഹാർട്ട്, ഷോൾഡർ, സ്പൈന്, നെക്ക്, തൈസ്, ഹിപ്പ് ഇതൊക്കെ നന്നായിട്ട് വികസിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ലോവർ അബ്ഡമൻ പോർഷനിൽ നമ്മുടെ ഹിപ്പിന്റെ ഭാഗത്തോടൊക്കെ ചേർന്നിട്ടാണ് നമ്മുടെ ഫെർട്ടിലിറ്റി ആ ഒരു അവയവങ്ങളൊക്കെ ഓർഗൻസ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അതിനെയൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് സഹായിക്കുന്നു. ഒപ്പം നമ്മുടെ ഹാർട്ടൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വികസിക്കുമ്പോഴേക്കും അതിലോട്ട് ആ ഒരു ഹാർട്ടിനെ എളുപ്പത്തിൽ ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ബ്ലഡ് സർക്കുലേഷൻ ഒരുപാട് എഫക്റ്റീവ് ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ കോർ മസിൽസിന്, നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേജർ പാർട്ട് ആയിട്ടുള്ള കോർ മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും സ്ട്രെങ്തൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. കോർ മസിൽസ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഒരു അബ്ഡമന്റെ ഭാഗത്തും ഹിപ്പിന്റെ ഭാഗത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ ചെല്ലുന്നത് നമ്മുടെ ആ ഒരു അബ്ഡമൻ പോർഷനിലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അടുത്തത് നമ്മുടെ ലെഗ് സ്ട്രോങ് ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് സഹായിക്കുന്നു. നമ്മൾ 20s കൂടുതൽ നമ്മുടെ ബോഡി വീക്ക് ആവുന്ന സമയമാണ് നമ്മുടെ 30s എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ ഭയങ്കര സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് ബോൺസിൽ പ്രശ്നമൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ലെഗ് സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അടുത്ത ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ അബ്ഡോമനിലുള്ള സ്ഥിതി ചെയ്യുന്ന ഓർഗൻസിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു അബ്ഡോമന്റെ പോർഷനിലാണ്. ഓവറീസ് ആണെങ്കിലും യൂട്രസ് ആണെങ്കിലും 2 ഫലോപ്പിയൻ ട്യൂബ് ആണെങ്കിലും സെർവിക്സ് ആണെങ്കിലും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ചുറ്റുവട്ടത്താണ്. അതിനൊക്കെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ.
അടുത്തത് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇത് കൊടുക്കുന്നുണ്ട്. തൈറോയ്ഡ് ഹോർമോൺസിൽ ഇംബാലൻസ് ഉണ്ടാകുന്ന സമയത്താണ് പലർക്കും ആ ഒരു ഓവുലേഷൻ നടക്കാൻ ലേറ്റ് ആവുകയും ഫെർട്ടിലൈസേഷൻ നീണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നത്. അത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. തൈറോയിഡിന്റെ ഇഷ്യൂസ് ഉള്ളവർക്കും മെഡിക്കേഷൻസ് ഉള്ളവർക്കും കണ്ണുപൂട്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഈ 1 ലെഗ്ഡ് ബ്രിഡ്ജ് പോസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് നമ്മുടെ ഡൈജഷനും മെറ്റബോളിസം സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പർ ആയിട്ട് ദഹിച്ച് മോഷനായിട്ട് പുറത്തേക്ക് പോകേണ്ട ഐറ്റംസ് മോഷനായിട്ട് പുറത്തേക്ക് പോയിട്ടില്ല എങ്കിൽ അത് ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുന്നതിനും കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾക്ക് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ ബോഡി എനർജറ്റിക് ആക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ എക്സസൈസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനോടൊപ്പം തന്നെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ ഉണ്ടാകുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ എക്സസൈസ് സഹായിക്കുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതും നമ്മൾ നല്ല ഡീപ്പായിട്ട് ബ്രീത്തിനും ബ്രീത്ത് ഔട്ടും ഒക്കെ ചെയ്യുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫ്രഷ്നെസ് നമുക്ക് കൊണ്ടുവന്ന് തരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് കേട്ടോ. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്ട്രെസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അടുത്ത ബെനിഫിറ്റ് കിട്ടുന്നത് ഉറക്കക്കുറവ് കൺട്രോൾ ചെയ്യുന്നു. പല ആളുകൾക്കും അവർ ഉറങ്ങുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് ഉറക്കം കിട്ടാത്തവരുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് കിടക്കുന്നവരുണ്ട്. ഉറങ്ങണമെന്ന് വിചാരിച്ചാലും ഉറങ്ങാൻ പറ്റാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉറക്കം കൃത്യമായിട്ട് നടന്നിട്ടില്ലെങ്കിൽ ഫെർട്ടിലൈസേഷനെയും അതുപോലെ തന്നെ കുഞ്ഞിന്റെ ഏർലി സ്റ്റേജ് ഗ്രോത്തിനെയും അത് അഫക്ട് ചെയ്യും. കൃത്യമായിട്ട് ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി കിട്ടുകയുള്ളൂ. ആ ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ആകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു സമയമാണ്. അത് കൃത്യമായിട്ട് നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു 8 മണിക്കൂറെങ്കിലും ഉറക്കം നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം ഹെഡേക്കിന്റെ സിറ്റുവേഷൻസ് ഉള്ള ആളുകൾക്ക് അതൊന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഹെഡേക്ക് നോർമലി മൈഗ്രെയിന്റെ സിറ്റുവേഷൻസ് ഉള്ള ആളുകൾക്കൊക്കെ ഹെഡേക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോഴേക്കും പലരും ഇതുപോലുള്ള മെഡിസിൻസ് ഒക്കെ പെയിൻ കില്ലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ അതിന്റെ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ എക്സസൈസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടുന്നതിനും ആസ്മ പോലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും ഉള്ള ആളുകൾക്ക് അതിന്റെ എഫക്റ്റ് റിഡ്യൂസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരിക്കലും ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ഈ ഒരു എക്സസൈസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് 1 മണിക്കൂറിനെങ്കിലും ശേഷം മാത്രമേ ഇങ്ങനെയുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം നമ്മൾ കാലൊക്കെ പൊക്കിയിട്ടും കൈ കുത്തിയൊക്കെ നിർത്തി കഴിഞ്ഞു കഴിയുന്ന സമയത്ത് നമുക്ക് വയറ് കൊളുത്തി പിടിക്കുന്നതിനും മറ്റുള്ള ബുദ്ധിമുട്ടുകൾ വയറിൽ ഉണ്ടാവുന്നതിനും അത് കാരണമാവുന്നുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഒരുപാട് വെള്ളം കുടിച്ച് വയറ് ഹെവി ആയിരിക്കുന്ന സമയത്തും ഇങ്ങനെയുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം പീരിയഡ്സിന്റെ സമയത്തും ഇതുപോലുള്ള എക്സസൈസുകൾ ചെയ്യുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മുടെ ബോഡിക്ക് ഒന്നുകൂടി സ്ട്രെയിൻ കൊടുക്കുന്ന തരത്തിലുള്ളതാണ്. അതുപോലെ ആ ഒരു പൊസിഷനിൽ കാല് പൊക്കി നിർത്താനായിട്ട് പലർക്കും പീരിയഡ്സിന്റെ സമയത്തൊട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. പീരിയഡ്സിന്റെ ഫ്ലോ നിന്നതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്താൽ മതി. പീരിയഡ്സിന്റെ സമയത്ത് നമ്മൾ ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മൈൽഡ് ആയിട്ടുള്ള വാക്കിങ്ങോ ബ്രീത്തിങ് എക്സസൈസുകളോ നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇനി എത്ര നേരം ഇത് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 5 മിനിറ്റ്സ് ഒക്കെ ചിലപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് കാല് ഉയർത്തി വെക്കുമ്പോഴോ ഇപ്പൊ ലെഗ് അപ് ദ വോൾ എക്സസൈസ് ബാലൻസിൽ ചെയ്യുന്നവരാണെങ്കിൽ പ്രശ്നമില്ല. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാലിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം, വേദന ഉണ്ടാകാം, ചിലപ്പോൾ ഒന്ന് കാലൊന്ന് മരവിക്കുന്ന പോലുള്ള സിറ്റുവേഷൻ ഒക്കെ നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ സമയത്തൊക്കെ നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ 5 മിനിറ്റ് ചെയ്യുക. ദെൻ അടുത്ത വീക്സിലൊക്കെ നിങ്ങൾ കൂടുതലായിട്ടും ആ ഒരു എക്സസൈസ് ആയിട്ട് പൊരുത്തപ്പെട്ട് വരുമ്പോഴേക്കും അത് 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് അങ്ങനെയുള്ള രീതിക്ക് മാറ്റി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മാക്സിമം ഒരു 15 മിനിറ്റ്സ് വരെയൊക്കെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഇനി എപ്പോഴൊക്കെ ചെയ്യണമെന്ന് നോക്കാം. പീരിയഡ്സിന്റെ ഫ്ലോ നിൽക്കുന്ന ആ ഒരു സമയം മുതൽക്ക് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന അല്ലെങ്കിൽ അടുത്ത പീരിയഡ്സ് വരുന്ന സമയം വരെ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ഒരു മാസം ചെയ്തിട്ട് ചാനൽ ഫോളോ ചെയ്തിട്ട് ലക്ലി പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ ആ ഒരു എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വരുമ്പോഴേക്കും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നന്റ് ആകാം. പക്ഷെ 3 മാസം 5 മാസം 1 വർഷമൊക്കെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആകുന്നവരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഒരു 3 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലുള്ള ടിപ്സ് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് ശരീരത്തിൽ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവന്ന് തരുന്നവയാണ് ഇങ്ങനെയുള്ള എക്സസൈസ്. അപ്പോൾ 1 മാസം ചെയ്തിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് 3 മാസം വരെയൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ.
നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഹസ്ബൻഡിനോടും ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് പറയുക. കാരണം ഇതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജെനിറ്റൽ പാർട്സിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഏർലി മോർണിംഗ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സമയം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ചെയ്യുക. അതല്ലെങ്കിൽ ബാക്കി ഏത് സമയത്താണോ നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നത് ആ സമയത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സുപ്ത കബോധാസന യോഗ പോസാണ്. ഫെർട്ടിലിറ്റി എക്സസൈസ് എന്താണ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതെന്താണെന്ന് ആദ്യം തന്നെ പറയാം. നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങളായിട്ടുള്ള ഫലോപ്പിയൻ ട്യൂബ്, ഓവറീസ്, നമ്മുടെ 2 ഓവറീസ്, 2 ഫലോപ്പിയൻ ട്യൂബ്, നമ്മുടെ യൂട്രസ്, സെർവിക്സ്, വജൈന, ഇങ്ങനെ നമ്മുടെ എല്ലാ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിലോട്ടും റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ടുമുള്ള പ്രത്യുൽപാദന അവയവങ്ങളിലോട്ടുമുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ഫെർട്ടിലിറ്റി യോഗാസ് എന്ന് പറയുന്നത്. മറ്റുള്ള യോഗ പോസിനിൽ നിന്നും ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും അതുകൊണ്ടാണ്. ഇത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ലോവർ അബ്ഡമൻ പോർഷനിലോട്ടും പെൽവിക്കിലോട്ടുമുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ പ്രഗ്നൻസി ആകാനും എഗ്ഗിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഒരുപാട് വിറ്റമിൻ സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ന്യൂട്രീഷൻ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടാകും. പക്ഷേ ബ്ലഡ് പ്രഷറിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് കൊണ്ടും കുഞ്ഞിലോട്ടും അതുപോലെ ഓവറീസിലോട്ടും ഒക്കെ രക്തയോട്ടം പ്രിപ്പയർ ആയിട്ട് കൃത്യമായിട്ട് നടക്കാതിരുന്നു കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നതിനും അതുപോലെ കുഞ്ഞിന്റെ ഗ്രോത്ത് ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാലും പകുതിക്ക് വെച്ച് തന്നെ ഗ്രോത്ത് നശിച്ചു പോകുന്നതിനും ഈ ഒരു കാര്യം, അതായത് ബ്ലഡ് പ്രഷറിൽ ഉണ്ടാകുന്ന ആ ഒരു ബ്ലഡ് സർക്കുലേഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് നമുക്ക് സംഭവിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് സുപ്ത കബോധാസനയെ പറ്റിയിട്ടാണ്. റിക്ലൈൻഡ് പീജിയോൺ പോസ്. ഇവിടെ സുപ്ത കബോധാസന എക്സസൈസ് നമ്മൾ ചെയ്യുന്നത്, ഞാനിവിടെ ഇമേജ് കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫേസിലോ യോഗ മാറ്റിലോ കിടക്കുക. അതിനുശേഷം നമ്മുടെ ഏതെങ്കിലും ഒരു കാലിന്റെ ഒരു തൊടയുടെ ഭാഗം വെച്ചിട്ട് നമ്മൾ കൈകൾ ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്ത് വെക്കുക. അതിന് മുൻപായിട്ട് ഏത് കാലാണോ നമ്മൾ ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് മുകളിലോട്ട് മറ്റേ കാല് എടുത്തു വെക്കുക. അതിന്റെ നമ്മുടെ കാലിന്റെ പാദം ഉയർത്താനായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന കാലിന്റെ മുകളിലായിട്ട് വെക്കുക. ദാ ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതൊന്നും അല്ല ഈ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നമ്മളൊന്ന് ഒരു കാല് ഹോൾഡ് ചെയ്ത് പിടിക്കുക, അടുത്ത കാല് നമ്മൾ അതിന്റെ മുകളിലായിട്ട് കയറ്റി വെക്കുക. നിങ്ങൾ ആ ഒരു പോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ കാല് കയറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ കയറ്റി വെച്ച ഭാഗത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് വലിയുന്ന പോലുള്ള ഒരു വേദന ഉണ്ടാകാം. നമ്മൾ ആ ഭാഗത്തെ മസിൽസ് ഒക്കെ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇതുപോലെ വലിയുന്നത് പോലുള്ളൊരു വേദനയും ഇറിറ്റേഷനും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കേട്ടോ. ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, അതുപോലെ തന്നെ സ്ലോലി ബ്രീത്ത് ഔട്ടും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു എക്സസൈസ് 10 to 15 മിനിറ്റ്സ് വരെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇത് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും നമ്മുടെ ഹിപ്പിന്റെ പോർഷൻ നന്നായിട്ട് അങ്ങോട്ട് വികസിച്ചിട്ടുണ്ട്. ഇത് അതുകൊണ്ട് തന്നെ ഹിപ്പ് സ്ട്രെച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ് കേട്ടോ. അത് നമ്മുടെ ഒരുപാട് ആക്ടിവിറ്റീസ് നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ തൈസ്, ഇന്നർ തൈസിന്റെ പോർഷൻ ഒക്കെ സ്ട്രെങ്തൻ ആകുന്നതിന് വേണ്ടിയിട്ടും ഇത് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലോവർ ബാക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് വഴി കിട്ടുന്നുണ്ട്. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു എന്നതാണ്. ഇത് ഏറ്റവും കൂടുതൽ ഈ ബ്ലഡ് സർക്കുലേഷൻ പോകുന്നത് അടിവയറിന്റെ താഴെയുള്ള പോർഷൻസിലും പെൽവിക്കിന്റെ ഭാഗത്തുള്ള പോർഷൻസിലും ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നടുവിന്റെ ഭാഗത്തോട്ടും നമ്മുടെ തൊടയുടെ ഭാഗത്തോട്ടും ഒക്കെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ അബ്ഡോമൻ ഓർഗൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിയിരുന്ന ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട ഒരു ബെനിഫിറ്റ് ആണ് അബ്ഡോമൻ ഓർഗൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ പ്രത്യുൽപാദന അവയവങ്ങളും ഓൾമോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അടിവയറിന്റെ ഭാഗത്തായിട്ടാണ്. ഇനി പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് നിന്നതിന് ശേഷം നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓവറീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും ഓവറീസിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ തന്നെ അണ്ടം വളർന്ന് പൊട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇത് തരുന്നു. ഇനി ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിന് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിനും അതിൽ മറ്റുള്ള തടസ്സങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ എഗ്ഗിന് മൂവ് ചെയ്യുന്നതിന് സ്പേമുമായിട്ട് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ ഇത് ഉണ്ടാക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് നല്ലോണം തിക്കണായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഓക്സിജനേഷൻ ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട് കേട്ടോ.
അടുത്തതായിട്ട് ആ ഒരു എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ വന്നിട്ട് ഇത് ഇംപ്ലാന്റ് ആയി കഴിയുമ്പോൾ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ട് മുൻപോട്ടേക്ക് പോകുന്നതിനും ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോയ്ക്ക് വളരുന്നതിന് വേണ്ടിയിട്ടും കുഞ്ഞിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഓക്സിജനും അതുപോലെ ബ്ലഡ് സർക്കുലേഷനും ഒക്കെ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയുമൊക്കെയാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ്. അടുത്ത് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് ഇമോഷണൽ ബാലൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. എല്ലാ തരത്തിലുള്ള യോഗ പോസും നമ്മുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ ഒന്ന് സപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഇമോഷണലി ഒന്ന് സ്റ്റേബിൾ ആകുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നവയാണ്. അതുകൊണ്ട് നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം എന്താകും എങ്ങനെയാകും എന്നൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. നമ്മൾ നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുകയും ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ടാവുകയും ആ സ്ട്രെസ് കംപ്ലീറ്റ് ആയിട്ട് ശരീരത്തിൽ നിന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഇത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം നമ്മുടെ മൈൻഡ് കാം ആക്കി വെക്കുന്നതിനും പോസിറ്റീവ് ആക്കി വെക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെന്റും ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്ത ഏറ്റവും കൂടുതൽ കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ലോവർ ബാക്കിൽ ഉണ്ടാകുന്ന പെയിൻ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ലോവർ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹിപ്പിൽ ഉണ്ടാകുന്ന വേദന. എനിക്ക് പേഴ്സണലി ഈ ഒരു ടൈമിലൊക്കെ നന്നായിട്ടൊരു ഹിപ്പിന് വേദന ഉണ്ടായിരുന്നു. അതുപോലെ ലോവർ ബാക്ക് പോർഷനിലും നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു എക്സസൈസ് കൃത്യമായിട്ട് ഫോളോ ചെയ്തപ്പോഴേക്കും ആ ചെയ്ത് സഡൻ ആയിട്ടുള്ള ഒരു മൊമെന്റിൽ തന്നെ നമുക്ക് ആ ഒരു വേദന ഒന്ന് കുറയുന്നതായിട്ട് മനസ്സിലാകും. നല്ലതുപോലെ നമ്മൾ കാല് ഉയർത്തി പിടിച്ചിട്ട് അങ്ങോട്ട് വലിക്കുമ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് നമ്മുടെ ലോവർ ബാക്കിനും ഒരു മസാജിങ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. അതുമൂലമാണ് ലോവർ ബാക്കിലെ ഒരു പെയിൻ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കാരണമാകുന്നത് കേട്ടോ. ഫുഡ് കഴിച്ച് ഉടനെയുള്ള സമയത്തല്ലാതെ ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. പീരിയഡ്സ് ടൈമിൽ ഇങ്ങനെയുള്ള എക്സസൈസ് ചെയ്യാൻ പലർക്കും താല്പര്യം ഉണ്ടാവില്ല. കാല് പൊക്കിയിട്ടൊക്കെ ചെയ്യാനായിട്ടും വേദന ഡിസ്കംഫർട്ട് ഒക്കെ ഉള്ളപ്പോൾ ഈ ഒരു സമയത്തൊക്കെ എക്സസൈസ് ചെയ്യാൻ പലർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാത്ത ആളുകൾ, അങ്ങനെ ഇഷ്യൂസ് ഉള്ള ആളുകൾ പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് നിൽക്കുന്ന ദിവസം മുതൽ കൃത്യമായിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുക. ഒരു ദിവസം ഒരു 15-20 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾ സൈഡിൽ എന്തെങ്കിലും പാട്ട് കേട്ടിരുന്നിട്ട് നല്ല പോസിറ്റീവ് ഫീലിംഗ്സ് വരുന്ന ഒരു പാട്ട് സൈഡിൽ പ്ലേ ചെയ്തിട്ട് ഈ ഒരു എക്സസൈസ് ഒക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫേസിൽ കിടക്കുക. ഒരു കാലെടുത്ത് ഒരു കാലിന്റെ പാദം എടുത്തിട്ട് മറ്റേ കാലിന്റെ മുട്ടിന്റെ ഭാഗത്തായിട്ട് വെക്കുക. ദെൻ ആ വെച്ച കാല് അതിന്റെ ആ ഭാഗത്ത് തന്നെ ഇരിക്കും. നമ്മൾ ഏത് കാലിന്റെ മുകളിലോട്ടാണോ ഇതെടുത്ത് വെച്ചത് ആ ഒരു കാല് ആ കാലിന്റെ തുട നമ്മുടെ കൈ വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് നിൽക്കുക. അത്രയേ ഉള്ളൂ ഈ ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ റിക്ലൈൻഡ് PG ഓൺ പോസ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ലൈവ് ആയിട്ടൊരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ യൂട്യൂബിൽ അതുപോലെ ഇൻസ്ട്രക്ടേഴ്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായാലും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നതാണ്. ഏറ്റവും കൂടുതൽ ആയുർവേദം അതുപോലെ തന്നെ അതൊക്കെ ഉപയോഗിച്ചിട്ട് പ്രഗ്നൻസി നോക്കുന്ന ആളുകൾക്ക്, അതുപോലെ അക്യുപഞ്ചർ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക്, യോഗ ചെയ്യുന്ന ആളുകൾക്കൊക്കെ എല്ലാ ഡോക്ടേഴ്സും ഒരുപോലെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത്തരത്തിലുള്ള യോഗ പോസുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.